പോലീസ് സംരക്ഷിക്കുന്നതെന്ന് ഞാനങ്ങ് തുറന്നു പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമുണ്ട്, പുറത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദമുണ്ട്. നല്ലൊരു പോലീസുകാരനാണെങ്കിൽ പുള്ളിക്ക് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണും, പക്ഷേ സമ്മതിക്കില്ല, ഉറപ്പായിട്ട് അവർക്ക് സമ്മതിക്കില്ല. ചിലപ്പോൾ നല്ലൊരു ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റും, അതല്ലെങ്കിൽ എന്താ പറയുക, ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥലം മാറ്റും. അതുകൊണ്ട് അവർ തന്നെ അവരെ ടീമാകുമ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര നല്ല ഉദ്യോഗസ്ഥർ വന്നാലും അവർ സമ്മതിക്കില്ല. നല്ല പ്രഷർ കൊടുത്ത് അവരെ ഇടിച്ച് താഴ്ത്തി തന്നെ വയ്ക്കും. അത് എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. ഡീനിനെ സസ്പെൻഡ് ചെയ്ത് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനുണ്ട് കാന്തനാഥൻ, പുള്ളിയെ കൂടെ സസ്പെൻഡ് ചെയ്തിട്ട് അവരുടെ മേലും ഈ കൊലക്കുറ്റം ചുമത്തണം, ഉറപ്പായിട്ട് വേണം. അവർ സസ്പെൻഡ് ചെയ്യണം, അല്ല സസ്പെൻഡ് ചെയ്തിട്ട് അല്ല സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അവരെയും കൂടെ ഈ പ്രതിപട്ടികയിൽ ചേർത്ത് കൊലക്കുറ്റം തന്നെ ചുമത്തണം. ഡീനിന്റെ മേലിൽ എന്തോ ഡീനിനെ ഇത്ര വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരാ മന്ത്രി പറഞ്ഞു ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന്. ശുപാർശ ചെയ്തിട്ട് എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എത്ര ദിവസം വെയിറ്റ് ചെയ്യും? ശുപാർശ ചെയ്തിട്ട് ആരെ കാണിക്കാനാണ് ശുപാർശ വെയിറ്റ് ചെയ്യുന്നത്? ആരുടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്? ഡീന് അത് കഴിഞ്ഞിട്ട് കാന്തനാഥൻ, രണ്ടുപേരെയും സർവീസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കൊലക്കുറ്റം ചുമത്തണം. കൊലക്കുറ്റം ചുമത്തിയിട്ട് ഇതിന്റെ കൂടെ വിചാരണ നേരിടണം. അല്ലാതെ വേറെ ഇതിൽ ഗൂഢാലോചനയിൽ മാത്രം നിന്നാൽ പറ്റില്ല. കൊലക്കുറ്റം തന്നെ ചുമത്തണം. ഈ പിടിച്ച 18 പേര്, 18ഓ 19ഓ. പിന്നെ ഇതിന്റെ പിറകിൽ വേറെ ആൾക്കാരുണ്ട്, അവരെയും കൂടെ പിടിക്കണം. അവരെയും കൂടെ പിടിച്ചു കഴിഞ്ഞാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ 18 പേരിൽ നിൽക്കില്ല. എന്താ 19 പേർ 30 പേർക്കെതിരെ ആക്ഷൻ എടുത്തു എന്ന് പറഞ്ഞ് കോളേജ് അധികൃതർ. കുറച്ച് പേർക്ക് ഇപ്പോൾ 3 വർഷം ഡീബാറിങ്, കുറച്ച് പേർക്ക് 1 വർഷം ഡീബാർ, കുറച്ച് പേർക്ക് 6 മാസം ഡീബാർ. അങ്ങനെ 30 പേർക്ക് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 30 പേർക്കും പ്രതികളല്ലേ? പ്രതികളില്ലാത്തവർ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ലല്ലോ. ചുമ്മാ നിൽക്കണ എന്ത് കുട്ടികൾ ആക്ഷൻ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ 30 പേർക്കെതിരെ എന്ത് ഒരു കൊലക്കുറ്റത്തിന് കേസെടുക്കാത്തത്? ആയിക്കോട്ടെ, ബാക്കി കേസിന് പ്രേരണ കുറ്റം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഈ 18 പേരിൽ നിന്നിട്ട് ബാക്കി 12 പേര് തന്നെ പുറത്തേക്കുന്നത്, അവരെയും കൂടെ ചേർക്കുക. പിന്നെ ആ കേസ് കെട്ടിച്ചമച്ച കേസിൽ ആ കംപ്ലൈന്റ് ഒപ്പിട്ട അവരെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, സ്റ്റാഫുകൾ, അവരെയും കൂടെ പ്രതിപട്ടിയെ ചേർക്കുക. എല്ലാം ചേർത്ത് കഴിഞ്ഞാലേ വരുള്ളൂ. അല്ല അതൊരു ഒരു നെറ്റ്വർക്ക്, അതിനകത്തുള്ള ഒരു ഗ്രൂപ്പാണത്. അല്ലെങ്കിൽ വെറും 18 പേരിൽ നിൽക്കുന്നതല്ല. ഡീനും ഈ കാന്തനാഥനും ഈ കൊലക്കുറ്റത്തിൽ വന്നേ പറ്റുള്ളൂ, ഉറപ്പായിട്ട് വന്നേ പറ്റുള്ളൂ. അവർ വന്ന് തീരണം. കൊലക്കുറ്റം ചുമത്തുകയും വേണം, അല്ല ഗൂഢാലോചന മാത്രം പറ്റില്ല. അത് അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ എന്നാ പറഞ്ഞിരിക്കുന്നത്? ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നത്. ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുമ്പോഴാണ് എന്താ പറയുന്നത്? ലാസ്റ്റ് അത് ആത്മഹത്യയാക്കി ഇടും. പ്രതികളെല്ലാം കൂടെ സുഖമായിട്ട് ഇറങ്ങി പോകും. പിന്നെ ഞാൻ അതിൻ്റെ കേസിൻ്റെ പറയാൻ നടക്കണം. എന്താ അവർ കേസ് പറയാനായിട്ട് അവരെ പാർട്ടിയുണ്ട്. അവരെ പാർട്ടിയാണല്ലോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പാർട്ടി ഞാൻ പറയുന്നില്ല. അവരെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, അതിന് ബാക്കിലുള്ള അവർ സംഘടന ഉണ്ട്. അപ്പോൾ ഇത് മാത്രം റിമാൻഡ് റിപ്പോർട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം വളരെ ഈസി ആയിട്ടുള്ള വകുപ്പുകളാണ് കിടക്കുന്നത്. അത് സംരക്ഷിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലീസ് സംരക്ഷിക്കുന്നതെന്ന് ഞാനങ്ങ് തുറന്നു പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് സമ്മർദ്ദമുണ്ട്, പുറത്തുനിന്ന് ഒരുപാട് സമ്മർദ്ദമുണ്ട്. നല്ലൊരു പോലീസുകാരനാണെങ്കിൽ പുള്ളിക്ക് അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹം കാണും, പക്ഷേ സമ്മതിക്കില്ല, ഉറപ്പായിട്ട് അവർക്ക് സമ്മതിക്കില്ല. ചിലപ്പോൾ നല്ലൊരു ട്രാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന് സ്ഥലം മാറ്റും, അതല്ലെങ്കിൽ എന്താ പറയുക, ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവർ സ്ഥലം മാറ്റും. അതുകൊണ്ട് അവർ തന്നെ അവരെ ടീമാകുമ്പോൾ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്ര നല്ല ഉദ്യോഗസ്ഥർ വന്നാലും അവർ സമ്മതിക്കില്ല. നല്ല പ്രഷർ കൊടുത്ത് അവരെ ഇടിച്ച് താഴ്ത്തി തന്നെ വയ്ക്കും. അത് എനിക്ക് നല്ല 100% ഉറപ്പുണ്ട്. CBI അന്വേഷണം ഇപ്പം പ്രതിപക്ഷ നേതാവ് ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, കാര്യം എന്നെക്കാളും നല്ലവണ്ണം അവർക്കറിയാം, അവർ ഈ ഫീൽഡിലൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ അട്ടിമറിക്കപ്പെടും എന്നുള്ളത് നല്ല രീതിയിൽ അവർക്ക് അറിയാം. അതുകൊണ്ടാണ് ആദ്യമേ പുള്ളി അത് ആവശ്യപ്പെട്ടത്. കാര്യം എൻ്റെ കുടുംബത്തിലും എനിക്കിതൊക്കെ ഒരു ആദ്യത്തെ അനുഭവം. അതുകൊണ്ട് വലിയ അറിവില്ല ഇതിനെക്കുറിച്ച്. അവരൊക്കെ ഈ പൊളിറ്റീഷ്യനല്ലേ, ഏത് രീതിയിൽ പോകുന്നുള്ള കാര്യം നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെയാണ് പുള്ളി അത് ആവശ്യപ്പെട്ടത്. അത് നല്ലൊരു കാര്യം. ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൻ്റെ പേപ്പർ മൂവ് ചെയ്യണോ കാര്യങ്ങളൊന്നും വേണ്ടത് ഉടനെ തന്നെ ഉണ്ടാവും. അത് തീരുമാനം കൊടുക്കണമോ വേണ്ടോ എന്നുള്ളത്.